കോഴിക്കോട് മുക്കത്തെ ഇരവഞ്ഞിപ്പുഴയിൽ ബി.പി. മൊയ്തീൻ എന്ന സാംസ്കാരിക നായകൻ മറഞ്ഞിട്ട് ഇന്നേക്ക് 41 വർഷം. അഭ്രപാളികളിൽ തെളിഞ്ഞ കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയത് ഈ കാലവർഷത്തെ കുത്തൊഴുക്കിലാണ്. 1982 ജൂലൈ 15-നാണ് തെയ്യത്തുംകടവിൽ കടത്തുതോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ സഹയാത്രികരെ രക്ഷിക്കുന്നതിനിടെ ബി.പി. മൊയ്തീൻ മരണമടഞ്ഞത്. ഏതൊരു മഴക്കാലത്തും മുക്കത്തുകാർ ഓർത്തുപോകുന്ന ഓർമ്മകളിൽ ജീവിക്കുന്ന രക്തസാക്ഷി. 70 വർഷങ്ങൾക്ക് മുൻപ് എസ്.കെ. പൊറ്റക്കാട് മുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നാടൻ പ്രേമകഥ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇരുവരുടെയും പ്രണയകഥയ്ക്ക് സാക്ഷിയായത് ഇരുവഴിഞ്ഞിപ്പുഴയും. മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയകഥ എന്ന് നിന്റെ മൊയ്തീൻ എന്ന പേരിൽ മലയാളികൾക്കിടയിൽ എത്തിയപ്പോഴാണ് ഈ നായക കഥാപാത്രത്തെ സുപരിചിതമായത്. രാഷ്ട്രീയ പ്രവർത്തകനായും ചലച്ചിത്ര നിർമ്മാതാവായും കേരളത്തിൽ നിന്നുള്ള പ്രസാധകനുമായിരുന്നു ബി.പി. മൊയ്തീൻ എന്ന വലിയമ്പ്ര പൊറ്റാട്ടെ മൊയ്തീൻ. പ്രജ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിലകൊണ്ടു. 1979 മുക്കം പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് സ്പോർട്സ് ഹെറാൾഡ് എന്ന മലയാള കായിക മാസിക പ്രസിദ്ധീകരിച്ചു. സാമൂഹിക സേവനം, പത്രപ്രവർത്തനം, സ്പോർട്സ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന മൊയ്തീനെ അന്ന് മരണാനന്തര ബഹുമതിയായി ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചു. 41 വർഷം പിന്നിടുമ്പോഴും മൊയ്തീൻ ജീവിതത്തോട് ചേർത്തു വെച്ചവയെല്ലാം മുക്കത്തെ മണ്ണിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു മഴ. മഴയത്ത് കുട്ടിയാകുന്ന സമയത്ത് മഴയത്ത് ഓടും. എത്രയോ പ്രാവശ്യം അമ്മേനോട് അടിയിട്ടിട്ടുണ്ട്. പെരുമഴ പെയ്യുമ്പം മഴയത്തേക്ക് ചാടുക, അതായിരുന്നു എൻ്റെ ഒരു ഹോബി. അങ്ങനെ മഴയെ സ്നേഹിച്ചിരുന്നു ഞാൻ. ഇന്ന് മഴയുടെ ഇരമ്പൽ കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര വേദനയാണ്. സന്തോഷത്തിന്റെ സ്ഥാനത്ത് വേദനയാണ്. കാരണം ഒരു മഴക്കാലമാണ് മൊയ്തീനെ കൊണ്ടുപോയത്. അതേക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും വെടിവെച്ച് കൊല്ലിനേക്കാളും നല്ല മരണമാണല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു സൽക്കർമ്മം ചെയ്തു എന്ന് ഞാൻ ആശ്വസിക്കാൻ ശ്രമിക്കുക, അത്ര തന്നെ. നാടിന്റെയും സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും കരുത്തുറ്റ വ്യക്തിത്വമായിരുന്നു മൊയ്തീൻ. പിതാവിനെ വെല്ലുവിളിച്ചും സ്പോർട്സ് മാസിക അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊണ്ട് പ്രകാശനം ചെയ്തും മൊയ്തീൻ മുക്കത്തുകാരെ ഞെട്ടിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് ആശ്വാസമായും അന്നും ഇന്നും മൊയ്തീൻ മുക്കത്തെ സുൽത്താനായി മാറുകയായിരുന്നു. മൊയ്തീന്റെ മരണശേഷം കാഞ്ചനമാലയുടെയും മൊയ്തീന്റെയും മാതാവ് എം ഫാത്തിമയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ സേവനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ബി.പി. മൊയ്തീൻ സേവാമന്ദിരം ആരംഭിക്കുകയും ചെയ്തു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടും നാട്ടുപാവങ്ങളെ വിടാതെ കടവും നാടും ഉത്സവവും ഇന്നും സജീവമാണ്. തലയെടുപ്പോടെ നിൽക്കുന്ന കൂറ്റൻ ആൽമരത്തിനും മുക്കത്തെ പാലത്തിനും പറയാൻ 1000 കഥകളുണ്ട്. എന്നാൽ മലയോരത്ത് ജീവിച്ചിരിക്കുന്ന ഈ പ്രണയിനിയെ കാണാൻ നിരവധി ആളുകളാണ് മുക്കത്തെത്തുന്നത്. മുക്കത്തെ മണ്ണിൽ ഇന്നും അവശേഷിക്കുന്ന ജീവൻ തുളുമ്പുന്ന ഓർമ്മകളാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.